Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ നമ്മുടെ കയ്യിലുള്ളത് റെഡ്മിൻ്റെ മറ്റൊരു ബഡ്ജറ്റ് ഡിവൈസാണ്. 10000 രൂപയ്ക്ക് താഴെ വരുന്നത്, അതായത് 15,000 റുപ്പീസിന് താഴെ വരുന്ന ഒരു ഡിവൈസാണ്. റെഡ്മി നോട്ട് 12 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ചോദിക്കും റെഡ്മി നോട്ട് 12 ഓൾറെഡി ഇറങ്ങിയ ഒരു ഫോണല്ലേ എന്ന്. അത് 5G ഡിവൈസാണ്. ഇത് റെഡ്മി നോട്ട് 12 4G ഡിവൈസാണ്. അപ്പോൾ റെഡ്മി നോട്ട് 12 സീരീസിലെ നാലാമത്തെ ഡിവൈസാണിത്. അപ്പോൾ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് 5G, അതേപോലെ റെഡ്മി നോട്ട് 12 പ്രോ 5G, റെഡ്മി നോട്ട് 12 5G, അതിനുശേഷം റെഡ്മി നോട്ട് 12 4G ഡിവൈസാണ്. ഇത് പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 685 ചിപ്പാണ്, 6 നാനോമീറ്റർ ചിപ്പാണ്. ഇതൊരു 4G ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്തിട്ട് നമ്മൾ വളരെ ക്വിക്കായി ഡിവൈസും പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയാണ്, 120Hz റിഫ്രഷ് റേറ്റാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് സൺറൈസ് ഗോൾഡാണ്. 6GB റാമും 128GB സ്റ്റോറേജുമാണ്. രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആകുന്നത്. 6GB റാം, 64GB സ്റ്റോറേജ്. അതിനാണ് 14,999 രൂപ. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് ഓഫറിലൂടെ 13,999 രൂപയ്ക്ക് കിട്ടും. ഈ 6GB റാമിൻ്റെ വില എന്ന് പറഞ്ഞത് 16,999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് ഓഫറിലൂടെ 15,999, അതായത് 16,000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ പവർഫുൾ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ, അപ് ടു 11GB എക്സ്റ്റെൻഡബിൾ റാം ഉണ്ട്. 12 സൂപ്പർ ആമോലെഡ് 120Hz ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ, കോർണിംഗ് ഗോറില്ല ഗ്ലാസ്, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 50 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ IR റിമോട്ട് ഉണ്ട്, അതേപോലെ LPDDR4X റാം, UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ട്, IP53 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, AI 13 മെഗാപിക്സൽ സെൽഫി ക്യാമറ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ റെഡ്മി ബൈ ഷോമി എഴുതിയാണ്. ഇതിനകത്ത് നമുക്ക് റെഡിയായി കിട്ടുന്ന ഒരു സിം ഇജക്റ്റ് പിന്ന്, അതേപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് വരുന്നത്, ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്. അതേപോലെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും 1 ഇന്ത്യ സാർ വാല്യൂ, ഹെഡ് സാറ് 0.867, ബോഡി സാറ് 0.862 ആണ് വരുന്നത്. പിന്നെ ഇത് ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് നമ്മുടെ TPU കേസാണ്, അല്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ചെറിയ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ ഫോൺ പുറത്തേക്ക് എടുക്കാം. ഇതാണ് സൺറൈസ് ഗോൾഡ് കളറ്. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിളും ഒരു അഡാപ്റ്ററുമാണ്. ഇത് 33 വാട്ട് അഡാപ്റ്ററാണ്. നമ്മൾ സ്റ്റാൻഡേർഡായ ഷോമിയിൽ 33 വാട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം. നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ഡിവൈസാണ്. കാരണം എന്താ വെച്ചാൽ വളരെ സ്ലിമ്മാണ്, അതേപോലെ ലൈറ്റ് വെയ്റ്റ് പ്രൊഫൈലാണ്. ഇവിടെ സൈഡിൽ നമുക്ക് സിം ട്രേയാണ് വരുന്നത്, ട്രിപ്പിൾ സ്ലോട്ടുള്ള. ഇവിടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വോളിയം കീസുമാണ് വരുന്നത്. മുകൾ ഭാഗത്ത് USB Type-C പോർട്ട് ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. താഴെ നമുക്ക് കിട്ടുന്ന USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. USB Type-C പോർട്ട്, സ്പീക്കർ, 3.5mm ഓഡിയോ ജാക്കും ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. പിന്നെ ബാക്കിലെ ക്യാമറ യൂണിറ്റ് ഒരു ഗ്ലാസിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫാക്ട് ഗ്ലാസ് അല്ല, ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇവിടെയും നമുക്കൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതൊരു എന്താണില്ലേ, കളർ ചേഞ്ചിങ് എന്ന് പറയാൻ പറ്റില്ല. പല സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് വരും. സൺറൈസ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു കളറാണ്, നല്ലൊരു കളറാണ്. ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 50 മെഗാപിക്സൽ ക്യാമറയും 8 മെഗാപിക്സൽ അൾട്രാ വൈഡും ഒരു 2 മെഗാപിക്സൽ മാക്രോ സെൻസറാണ് വരുന്നത്. LED ഫ്ലാഷും കാണാം, റെഡ്മി ബ്രാൻഡിങ് കാണാം. വളരെ സ്ലിം ഫോം ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരാൻ നമുക്കിവിടെ കിട്ടുന്നത് 120Hz AMOLED ഡിസ്പ്ലേ ആണ്. വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആണ്. നല്ല പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ്. നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ, ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം റിഫ്രഷ് ചെയ്തിട്ടില്ല. ഞാൻ മാക്സിമം 120Hz അപ്പോൾ നല്ല സ്മൂത്തായ ഒരു ഡിസ്പ്ലേ ആണ്. വളരെ സ്മൂത്തായ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ നമുക്ക് ഡാർക്ക് മോഡും അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. എസ്പെഷ്യലി വാച്ചിങ് മൂവീസൊക്കെ വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ ടച്ച് റെസ്പോൺസും നല്ലതാണ്, കോർണിംഗ് ഗോറില്ല ഗ്ലാസും സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് തോന്നുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഷോമി റെഡ്മി നോട്ട് 12 ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇതിൽ വരുന്നത് MIUI 14 ആണ്. വേറൊരു നല്ല ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫൈനലി Android 13 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ Android 13 ആൻഡ് MIUI 14 ആണ് വരുന്നത്. ഡീറ്റെയിൽ സ്പെക്സിലേക്ക് പോയി കഴിഞ്ഞാൽ 6+2 GB റാം അഡീഷണൽ വരുന്നുണ്ട്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. Android 13
സ്നാപ്ഡ്രാഗൺ 685 ഒക്ടോകോർ പ്രോസസ്സർ 2.8 GHz ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് MIUI 14 നമ്മൾ ആക്ച്വലി മുമ്പും ഡിവൈസിൽ കണ്ടിട്ടുണ്ട്, ഷോമി 13 പ്രോയിലും കണ്ടാണ് MIUI 14. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സ്, അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. അതേപോലെ ജസ്റ്റേഴ്സ്, 1 ഹാൻഡഡ് മോഡ്, സ്ക്രീൻ റെക്കോർഡിംഗ്, ഫ്ലോട്ടിംഗ് വിൻഡോസ്, സെക്കൻഡ് സ്പേസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇതിനകത്തും കിട്ടുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിളാണെങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ബ്ലോട്ട് വേസ് ഇത്തവണ അധികമുണ്ട്. എല്ലാ ബ്രാൻഡ്സും ഇപ്പോൾ ബ്ലോട്ട് വേസിലാണ് ഫോക്കസ് ചെയ്യുന്നത് തോന്നുന്നു. എല്ലാത്തിലും ബ്ലോട്ട് വേസ് ഒരുപാടുണ്ട്. ഇവിടെ കണ്ടില്ല, ഇവിടെയും ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നു ബ്ലോട്ട് വേസ്. അതിപ്പോൾ എല്ലാ ബ്രാൻഡും ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ ബ്ലോട്ട് വേസ് ഒരുപാടെണ്ണം ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ റെഡ്മിയിൽ നമുക്ക് ഒരുപാട് ബ്ലോട്ട് വേസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 685 ഒക്ടോകോർ പ്രോസസ്സർ ഒരു ഡീസൻറ്റ് മിഡ് റേഞ്ച് ചിപ്പാണെന്ന് പറയാം. ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ഒരു ചിപ്പാണ്. പിന്നെ 6GB റാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭേദപ്പെട്ട എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കിട്ടും. ഒരു 15,000 റുപ്പീസിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. വളരെ ഫാസ്റ്റായ ആപ്പ് സ്വിച്ചിങ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, എക്സ്പീരിയൻസിൻ്റെ കാര്യമാണെങ്കിലും വലിയ ലാഗ്സോ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഇനി ക്യാമറയിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഇവിടെ നമുക്ക് AI മോഡുണ്ട്, പോർട്രേറ്റ് മോഡുണ്ട്, നൈറ്റ് മോഡുണ്ട്. ഇവിടെ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ 50 മെഗാപിക്സൽ മോഡ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് നോക്കാം. വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് കിട്ടുന്നത് 1080p 30 FPS ഉള്ളൂ. പിന്നെ മാക്രോ മോഡ് ഇൻക്ലൂഡഡ് ആണ്. കണ്ടില്ലേ, മാക്രോ മോഡിൽ വീഡിയോ എടുക്കാവുന്നതാണ്. പിന്നെ 13 മെഗാപിക്സൽ AI സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പാണ് ഡെഫിനറ്റ്ലി പറയാം. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതല്ല, Redmi Note 12 എടുത്ത ക്യാമറ സാമ്പിൾസ്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു ക്യാമറ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. നല്ലൊരു ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു 15,000 രൂപയ്ക്ക് വേണ്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. എക്സ്ട്രീം ലോ ലൈറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും തന്നെ എനിക്കൊന്ന് അത്യാവശ്യം ഒരു ഭേദപ്പെട്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് Redmi Note 12 ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ബാറ്ററിയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് പ്രോബ്ലി 1.5 മണിക്കൂറൊക്കെ എടുക്കും ചാർജ് ചെയ്യാൻ. എങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് ബാറ്ററി ചാർജിങ്ങും ബാറ്ററി കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരുവിധം എല്ലാ ഫോണിലും 33 ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് 33 വാട്ട് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു Redmi Note 12 ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6GB റാമിൻ്റെ വില, 6GB 64GB സ്റ്റോറേജിന് 14,999 ആക്ച്വൽ വില. എങ്കിൽ ഫസ്റ്റ് സെയിലിൽ നിങ്ങൾക്ക് 13,999 കിട്ടും. അതേപോലെ തന്നെ 6GB റാം 128GB സ്റ്റോറേജ് 15,999, അതായത് 15,999 നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് 4G ഡിവൈസാണ്. അതാണ് ഇതിൻ്റെ കോംപ്രമൈസ്. നമ്മളെല്ലാ ഡിവൈസിലും എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടാവും എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് AMOLED 120Hz റിഫ്രഷ് റേറ്റ്, 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ, പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഹാർഡ്വെയർ ആണ്. പക്ഷേ ഇതിലെ കോംപ്രമൈസ് എന്താ വെച്ചാൽ ഇതിനകത്ത് 4G ഉള്ളൂ, 5G ഇല്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ. അപ്പോൾ ഇതിനകത്തുള്ള കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ 4G ഡിവൈസാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.